ഇനിയാണ് മക്കളെ കളികളൊക്കെ ആരംഭിക്കാൻ പോകുന്നത്. യഥാർത്ഥ മത്സരം ഇനിയാണ് ആരംഭിക്കാൻ പോകുന്നത്. അത് ഡുറൻഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫിക്സ്ചറുകൾ പുറത്തു വന്നിട്ടുണ്ട്. എല്ലാ ടീമുകളുടെയും വിശദമായ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ദയവ് ചെയ്ത്. എന്നിട്ട് വീഡിയോ കാണുവാൻ ശ്രമിക്കുക. വീഡിയോ മാക്സിമം പേരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക, ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പം നമുക്ക് നേരെ വീഡിയോ ഇട്ട് എടുക്കാം. വളരെയധികം എടുത്തു പറയേണ്ട ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫിക്സ്ചറുകൾ പറയുന്നതിന് മുമ്പേ ഇന്ന് നടക്കേണ്ടിയിരുന്ന മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ ഡെർബി ഡുറൻഡ് കപ്പ് ക്യാൻസൽ ചെയ്തതായിട്ട് ഇന്നലെ അറിയിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ടാണ്. മറ്റൊന്നല്ല, ചെറിയ രീതിയിൽ പ്രതിഷേധങ്ങൾ കനക്കുന്നുണ്ട്. കാരണം ഈ മത്സരങ്ങൾ നടക്കാത്ത കാരണം ഇരു ടീമുകളിൽ തുല്യമായി പോയിൻറ്റുകൾ വീതിച്ച് നൽകുമെന്ന് പറഞ്ഞിരുന്നു. അതുമൂലം ഇരു ടീമുകളും ക്വാർട്ടറിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ഈ മത്സരം നടന്നിരുന്നെങ്കിൽ ഏതായാലും ഒരാൾ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വിജയം സ്വന്തമാക്കുകയാണെങ്കിൽ മോഹൻ ബഗാനാണ് വിജയിക്കുന്നതെങ്കിൽ ഗോവയുടെ ടീമിന് ക്വാർട്ടർ കാണാൻ സാധിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇപ്പോൾ പ്രതിഷേധങ്ങൾ ആളിക്കത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കമൻറ്റുകൾ ഇടാൻ ഡുറൻഡ് കപ്പിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടതായി കാണാൻ സാധിക്കും. ഈ വീഡിയോ ചെയ്യുന്നത് വരെ കമൻറ്റ് ബോക്സ് ഓഫായി കിടക്കുകയാണ്, ഓഫാക്കിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈസ്റ്റ് ബംഗാളിനെയും അതുപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെയും ക്വാർട്ടർ കളിപ്പിക്കേണ്ടിയിട്ട്, ഇരു ടീമുകളെയും ക്വാർട്ടർ കളിപ്പിക്കേണ്ടിയിട്ടുള്ള ഡുറൻഡ് കപ്പും കൊൽക്കത്തൻ ടീമുമായിട്ടുള്ള ഒരു ഒത്തുകളിയാണ് ഇത് എന്നാണ് ഇപ്പോൾ പല ആരാധകരും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പറയുന്നത്. ആദ്യം തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, എല്ലാ ടീമിൻ്റെയും പറയാം. ആദ്യം തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ നോക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഡെർബിയാണ് നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ ISL സീസണിലാണ് തുടക്കം. സൗത്ത് ഇന്ത്യൻ ഡെർബി ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബംഗളൂരു FC. ഇൻട്രസ്റ്റിംഗ് മത്സരം തന്നെയായിരുന്നു. അതുപോലെ മറ്റൊരു സൗത്ത് ഇന്ത്യൻ ഡെർബിക്ക് അരങ്ങുണരാൻ പോവുകയാണ് അടുത്ത ആഴ്ച ഈ ആഴ്ച 23-ാം തീയതി അരങ്ങുണരാൻ പോവുകയാണ് ഡുറൻഡ് കപ്പിലെ സൗത്ത് ഇന്ത്യൻ ഡെർബി. കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരിനെ നേരിടും 7 മണിക്ക്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 21-ന് 4 മണിക്ക് ആർമി സ്പോർട്ടിംഗ് ക്ലബിനെയാണ് നേരിടുന്നത്. അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാൾ ഷിൻലോങ് ലജോങ് FCയെയാണ് നേരിടുന്നത് 7 മണിക്ക് 21-ാം തീയതി. 23-ാം തീയതി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പഞ്ചാബ് FCയെ 4 മണിക്ക് നേരിടുന്നതായിരിക്കും 23-ാം തീയതി. അതിനുശേഷം 7 മണിക്ക് ബംഗളൂരു FCയെ ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നതായിരിക്കും. ഇതോടുകൂടി ക്വാർട്ടർ മത്സരങ്ങൾ അവസാനിക്കുകയും സെമിയിലേക്ക് ആരൊക്കെയൊക്കെ പ്രവേശിക്കുമെന്ന്, 4 ടീമുകൾ പ്രവേശിക്കും, അത് ആരൊക്കെയാവുമെന്ന് നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. സെമിയിൽ നിന്ന് ജയിക്കുന്ന ടീമുകൾ ഫൈനലിലേക്കും, ഫൈനലിൽ ജയിക്കുന്നവർക്ക് കപ്പ് നേടാൻ സാധിക്കും. ഇനിയാണ് കളികൾ ആരംഭിക്കാൻ പോകുന്നത് പറഞ്ഞ മറ്റൊന്നുകൊണ്ടല്ല. ഗ്രൂപ്പ് ഘട്ടത്തിൽ വലിയ ശക്തരൊന്നുമല്ലായിരുന്നു. പഞ്ചാബ് FCയോട് കളിച്ചപ്പോൾ പോലും സമനിലയാണ് പിടിക്കാൻ സാധിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങൾ നിർണായകമാണ്, വളരെ ശക്തരാണ്. ഇതുവരെ കളിച്ച കളികളൊന്നും മതിയാകില്ല ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടില്ലെങ്കിൽ തോൽക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം എന്താ വെച്ചാൽ ബംഗളൂരുവാട്ടെ 3 കളികൾ കളിക്കുകയും 3 വിജയിച്ചുകൊണ്ടാണ് ക്വാർട്ടറിലേക്ക് പ്രവേശിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ 3 കളിയിൽ 2 വിജയിക്കുകയും 1 സമനിലയും 16 ഗോൾ ഡിഫറൻസ് ഗോളടിച്ച് കൂട്ടുകയും ചെയ്താണ് ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചത്. മോഹൻ ബഗാൻ്റെ കാര്യമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ മോഹൻ ബഗാൻ ഫുൾ സ്കോഡിനെ തന്നെ സൈൻ ചെയ്യുകയും ആ സ്കോഡിനെ തന്നെ വെച്ചാണ് കളിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴും ഒരു CF ഒക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫുൾ സ്കോഡിനല്ല ഇറക്കുന്നത്. കാരണം ഇപ്പോഴും ഒരു സ്ട്രൈക്കറൊക്കെ എത്തിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇനിയും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്താൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് സെമിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ക്വാർട്ടറിൽ നിന്ന് വിജയിച്ചുകൊണ്ട്, ക്വാർട്ടറിൽ വിജയിച്ചാലും സെമിയിൽ മോഹൻ ബഗാനെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് നേരിടേണ്ടി വരിക. വളരെ ശക്തരാണ്. അതുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ബംഗളൂരിൻ്റെ കാര്യം തന്നെ എടുത്തു പറഞ്ഞത്. ഏതായാലും മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രൈക്കറായിട്ടുള്ള ജോഷുവ സിസ്റ്റീരിക്ക് പരിക്ക് പറ്റിയ കാര്യം എല്ലാവർക്കും അറിയായിരിക്കും. അദ്ദേഹം പരിക്ക് മാറ്റി ട്രെയിനിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ട്രെയിനിങ് വീഡിയോയിലൊക്കെ അത് കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പരിക്ക് മാറിക്കൊണ്ട് അദ്ദേഹം തിരിച്ച് ഗ്രൗണ്ടിലേക്ക് എത്തുകയാണ്. എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു ദിവസം കണ്ടിട്ടാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾട്ടുക, വീഡിയോ മാക്സിമം ഉള്ളവർക്ക് ഷെയർ ചെയ്യുക, മാക്സിമം പേർക്ക് ഷെയർ ചെയ്യുക. ISL ഗ്രൂപ്പുകളിലേക്കൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു ദിവസം കണ്ടിട്ടാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.